السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ പലരുമായും ബന്ധപ്പെടേണ്ടതും പലരുമായി സംസാരിക്കേണ്ടതൊക്കെ വരും. സംസാരത്തിൽ വരുന്ന പിഴവ് മൂലം പരസ്പരമുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്, ഒച്ചവച്ചുള്ള സംസാരങ്ങളൊക്കെ മാനസിക പിരിമുറുക്കത്തിനും പരസ്പര ബന്ധങ്ങളുടെ അകൽച്ചക്കും കാരണമായേക്കാം. ഇത്തരം അവസരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറഞ്ഞു തീർക്കലാണ് ഉത്തമമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നു. മാത്രമല്ല, ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങളും നമ്മൾക്ക് തന്നെയാണ് ഉണ്ടാവുക. ഒരാളുമായി ബന്ധം തകരാറിലായാൽ നമ്മൾ ഏറ്റവും സന്തോഷിക്കുന്ന സമയത്തായിരിക്കും മുമ്പ് പറഞ്ഞു പോയതും ചെയ്തു പോയതുമായ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഇബ്ലീസ് നമ്മൾക്ക് ഓർമ്മിപ്പിച്ചു തരും. അങ്ങനെ നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന വിധത്തിലായിരിക്കും ആ ചിന്തകൾ പിന്നീട് അങ്ങോട്ട്. നമ്മളെയൊക്കെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. സംസാരങ്ങളൊക്കെ ശ്രദ്ധേയമായിരിക്കണം. അതായത് പറയുന്ന സമയത്തോ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്തോ ഒരു മനപ്രയാസമില്ലാത്ത സംസാരം. നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ നന്നാക്കുകയും ചെയ്യുക. അള്ളാഹുവെ ഭക്തിയോടുകൂടി സമീപിക്കുകയും ചെയ്യുക. നെഗറ്റീവായ സംസാരം കൊണ്ടുണ്ടാവുക പിന്നീട് അതിനെക്കുറിച്ച് ചിന്ത വരുമ്പോഴാണ്. സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ചില സംസാരങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടാവുകയും അത് പിന്നീടുള്ള സന്തോഷങ്ങളെയും സമാധാനത്തെയും നശിപ്പിച്ചു കളയുന്നതുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ദഖുലൂ ഫീ സിൽമിൻ ഖാഫതൻ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. വിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. ശൈത്താൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടർന്നു പോകരുത്. മനുഷ്യ മനസ്സിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇബ്ലീസിൻ്റെ പ്രധാന പ്രവൃത്തി. വാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം, നമ്മൾ ആരുമായെങ്കിലും പ്രയാസത്തിലാണോ അല്ലെങ്കിൽ സംസാരത്തിലോ മറ്റോ പിഴവോ വന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അപരാധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഉറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു തീർക്കുക എങ്കിൽ അതായിരിക്കും ഉത്തമമായ കാര്യമെന്ന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും റെക്കോർഡ് ചെയ്യുന്നതിനു വേണ്ടി കിറാമൻ കാത്തിബീൻ, വ്യക്തമായ തെളിവോടുകൂടിയുള്ള രേഖകൾ റെക്കോർഡ് ചെയ്തു വെക്കുന്ന മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സൂറ അൻആമിലെ 60-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ അറിയിക്കുന്നത്, വഹുവല്ലദീ യതവഫാക്കും ബില്ലൈലി വയഅലമു മാ ജറൈതും ബിന്നഹാരി സുമ്മ യബ്അസുകും ഫീഹി ലിയുഖ്ളാ അജലിൻ മുസമ്മ സുമ്മ ഇലൈഹി മർജിഉക്കും സുമ്മ യുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ. അള്ളാഹുവാണ് രാത്രിയിൽ ഉറങ്ങുമ്പോൾ നമ്മളെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നവൻ. പകലിൽ നമ്മൾ ചെയ്തതൊക്കെ അവൻ അറിയുകയും ചെയ്യുന്നു. പിന്നീട് നിർണിതമായ ജീവിതാവധി പൂർത്തിയാക്കുവാൻ വേണ്ടി പകലിൽ നമ്മളെ അവൻ എഴുന്നേൽപ്പിക്കുന്നു. പിന്നീട് അവങ്കിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കം. അനന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യുന്നതാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലെ രേഖകളൊക്കെ മേൽപോട്ട് ഉയർത്തപ്പെടുന്നതിന് മുമ്പേ അത് ഡിലീറ്റ് ചെയ്ത് ക്ലിയറായിട്ടുള്ള ഒരു റിപ്പോർട്ടായിക്കൊള്ളട്ടെ നമ്മളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുന്നത്. അതിനായി ശ്രമിക്കുക. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.